ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടങ്ങാം. മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായിട്ട് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ്, അറബ് ലീഗ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ, എന്ത് തന്നെ അമേരിക്ക ഖത്തറിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു ഡിന്നറൊക്കെ കൊടുത്ത് റെഡിയാക്കി വിട്ടെങ്കിലും ബാക്കിയുള്ള അറബ് ലീഗ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഒത്തൊരുമയുള്ള ഒരു തീരുമാനം എടുക്കണം. ഒരു അറബ് രാജ്യത്തിൻ്റെ മേളിൽ തൊട്ടാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു രീതിയിൽ ഒരു ടഫ് ഗെയിം ഒരു പ്ലേ ചെയ്യണം എന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് UAE അമേരിക്ക എടുത്ത് ചോദിച്ചു നോക്കി. അതായത് ഇസ്രായേലിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ട്രൈക്ക് UAE ചെയ്യാം എന്ന് പറഞ്ഞു നോക്കി. സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പോൾ അതവിടെ പണിപാളി. അപ്പോൾ ഖത്തറിൻ്റെ ആ ഒരു റിറ്റാലിയേഷൻ എന്നുള്ള ആ ഒരു റൈറ്റ് ഉണ്ടല്ലോ, ഇറാൻ അടിച്ചപ്പോഴത്തേക്കും ഇവർക്ക് റിറ്റാലിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതിപ്പോൾ അമേരിക്കൻ ബേസിനെ എയിം ചെയ്തുകൊണ്ട് നടത്തിയ ആക്രമണമാണെങ്കിൽ പോലും ഇറാനെ തിരിച്ചടിക്കണം എന്ന് ഖത്തർ പറഞ്ഞില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കേസിൽ അങ്ങനെയല്ല. അതിപ്പോൾ നമ്മൾ ഒരുപോലെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇറാനുള്ള പ്രിവിലേജും ഇസ്രായേലിനുള്ള പ്രിവിലേജും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുന്നതിൽ യുക്തിയില്ല. അതാണ് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് UAE തിരിച്ചടിക്കണം എന്ന് പറഞ്ഞത്? അതിന് കാരണമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും കൂടി, ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള കംപ്ലീറ്റ് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട്, ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് UAEക്കാണ് പ്രഷർ കൊടുക്കുന്നത്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ ഏറ്റവും ശക്തമായ ഇസ്രായേൽ ബന്ധമുള്ള ഒരു രാജ്യമാണ് UAE. അപ്പോൾ ഖത്തർ ഇപ്പോൾ UAE എടുത്ത് പറയുകയാണ്, നിങ്ങൾ ടെലവീവിലുള്ള നിങ്ങളുടെ എംബസി, UAE എംബസി അടച്ചു പൂട്ടണം, UAE കൗൺസിലേറ്റ് അവിടെ പാടില്ല, അപ്പോൾ അതങ്ങ് ക്ലോസ് ചെയ്യുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ UAE ആ വിഷയത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. UAEക്ക് അത്ര എളുപ്പത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം UAE റൺ ചെയ്യുന്ന മേസണറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ടീമുണ്ട്. ഇവരാണ് ആഫ്രിക്കൻ റീജിയനിൽ മൊത്തം മാൻ പവർ സപ്ലൈ, എന്തിനാണ്, യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാൻ പവർ സപ്ലൈ നടത്തുന്നത്. ഇവരൊക്കെ എത്യോപ്യൻ മേഖലയിൽ നിന്നും ആഫ്രിക്കൻ റീജിയനിൽ സെലക്റ്റഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തികളാണ്. ഇവരെല്ലാം തന്നെ അണിനിരക്കുന്നത് ഞാൻ പറഞ്ഞ ഈ രാജ്യത്തിൻ്റെ കീഴിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പം ടെലവീവ് ശരിക്കും പറഞ്ഞാൽ ഗാസയെ ഒരു ഷോറൂം ആക്കിയിരിക്കുകയാണ് എന്നാണ് പൊതുവിലുള്ള വിമർശനം. അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അതായത് ടെലവീവിൻ്റെ ഒരു ഷോറൂമാണ്. എന്തിൻ്റെ ഷോറൂമാണ്? ടെലവീവിൻ്റെ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് കമ്പനികളുടെ പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കമ്പനികളെല്ലാം തന്നെ ഗാസയെ ഒരു ഷോറൂമായിട്ട് മാറ്റുകയാണ്. അതായത് ആയുധങ്ങളുടെ ഷോറൂം, ആയുധ പരീക്ഷണങ്ങളുടെ ഷോറൂം, AI ടെക്നോളജിയുടെ ഷോറൂം, മോഡേൺ വാർഫെയറിൻ്റെ ഷോറൂം. ഇതാണ് ഇപ്പോൾ പൊതുവിലെ വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ. ഇത് അഭിപ്രായമല്ല, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. ആ ഡീറ്റെയിലുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഗാസയ്ക്ക് ഒരു എൻഡ് പോയിന്റ് വരുമല്ലോ. അപ്പോൾ അതിലേക്ക് നടന്ന് നീങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരച്ച് കാട്ടാൻ ആഗ്രഹിക്കുന്നത്. വലിയ വിഷയങ്ങളൊന്നുമില്ല, 2-3 ചെറിയ പോയിന്റുകളാണ്. അതൊന്ന് പറഞ്ഞു പോവാം. 2000-ന് തുടക്കം തൊട്ട് തന്നെ പ്രൈവറ്റ് കമ്പനികളെ ഈ യുദ്ധമുഖങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ഇസ്രായേലിൻ്റെ ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് ബ്ലാക്ക് വാട്ടർ, അതിനെ ഇപ്പോൾ വിളിക്കുന്നത് അക്കാഡമിക് എന്നാണ്. അതുപോലെ തന്നെ ഡൈൻകോർപ്പ് എന്ന് പറഞ്ഞ കമ്പനി, അതേപോലെ ബ്ലാക്ക് വാട്ടർ. ഈ ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞത് പഴയ പേരാണ്, ആ കമ്പനിയുടെ ഇപ്പോഴത്തെ പേര് അക്കാഡമിക് എന്നാണ്. അപ്പോൾ അക്കാഡമിക്, ഡിൻകോർപ്പ് എന്ന് പറഞ്ഞ കമ്പനികളൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് തകൃതിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഇസ്രായേലിൻ്റെ സൈഡിലുള്ള കമ്പനികളാണ്. ഇറാഖ് യുദ്ധത്തിലും അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലും ഈ രണ്ട് കമ്പനികളുടെയും പങ്കാളിത്തം നിർണായകമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ടെക് കമ്പനികളുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നിലവിൽ ഉപയോഗിച്ച് വരുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഈ ഗാസയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ഉപകരണങ്ങളുണ്ട് ഇസ്രായേലിൽ. ഒന്ന് ലാവൻഡർ, ഇനിയൊന്ന് ദ ഗോസ്പൽ. അപ്പോൾ ഒന്ന് ലാവൻഡർ, ഇനിയൊന്ന് ഗോസ്പൽ. ഈ 2 ഉപകരണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഈ 2 ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാനാണ്. ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇവർ എങ്ങനെയാണ് ശേഖരിക്കുന്നത്? അതിനാണ് ഇവർ GHF പോലത്തെ ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സംഘടനകളൊക്കെ അവിടെ ഉള്ളത്. അവർ ഗാസയ്ക്കുള്ളിൽ ആരൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു, അവിടുത്തെ മൊബൈൽ നമ്പറുകൾ, ടവർ ലൊക്കേഷൻസ്, ഇതെല്ലാം തന്നെ എല്ലാം കംപ്ലീറ്റ് ഡേറ്റ, അതായത് കംപ്ലീറ്റ് ഡേറ്റ, ഗാസയിലുള്ള ജനങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ എന്തൊക്കെ വരുന്നു, എന്തൊക്കെ പോകുന്നു, ഇൻകമിങ് ഔട്ട് ഗോയിങ് തൊട്ട് പല ഡേറ്റ ഇവർ ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനുള്ള ഈ ഞാൻ പറഞ്ഞ ഈ ലാവൻഡർ, അതേപോലെ ഈ ഗോസ്പൽസ് പോലത്തെ ഈ ചെറിയ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇവർ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കും. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ GHF പോലത്തെ സംഘടനകൾ എന്നാണ് വാർത്തകൾ പറയുന്നത്. ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇന്റലിജൻസ് ഗ്യാതറിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറുകയാണ് ഈ GHF അഥവാ എയ്ഡ് സംഘടന. അപ്പോൾ ഇതിനു മുമ്പ് UNRWA ഹമാസിനെയാണ് അനുകൂലിച്ചിരുന്നത് എങ്കിൽ ഇപ്പം നിലവിൽ GHF എന്ന് പറഞ്ഞ സംഘടന ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നത്.
ഇതിലൂടെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ, മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് AI ടെക്നോളജി ഉപയോഗിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഡീകോഡ് ചെയ്ത് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആരെയാണ് കൊല്ലേണ്ടത്, ആരെയാണ് വെറുതെ വിടേണ്ടത് എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം ഇതിനും പുറത്തേക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അസൂർ, പാലന്റിയർ, മെറ്റ പോലത്തെ കമ്പനികൾ വരെ ഈ ഒരു AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ചോർത്തലുകൾ നടത്താൻ ഇസ്രായേലിന് സഹായിക്കുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇസ്രായേലിന് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗാസയെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഗാസയുടെ റിവേറ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഇതിൽ കൊള്ള ലാഭം ട്രംപിന്റെ കമ്പനിക്ക് കിട്ടും. അതാണ് പ്രധാനമായിട്ട് ട്രംപ് നോക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാർ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ ആയുധ കച്ചവടം തകൃതിയാക്കാം. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ഇന്ത്യയെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. അതിൽ ഓപ്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിന് നാളൊരു സമയത്ത് വെസ്റ്റിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെയും ഏഷ്യൻ സൈഡിൽ ഒരു വൻ ശക്തിയായിട്ടുള്ള സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ ഇന്ത്യക്കുള്ളിൽ തകൃതിയായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പൊ അങ്ങനെ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ വളരെ ശക്തിയാർജിച്ച ബന്ധമാണ് ഏഷ്യൻ സൈഡിൽ നിലനിൽക്കുന്നത്. ഇസ്രായേൽ വളരെ ശക്തമായിട്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത്. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ട്. ഇന്ത്യക്കും ടെക്നോളജിയിൽ ഇംപ്രൂവ് ആവാനും അതേപോലെ തന്നെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കൊണ്ട് നമുക്കും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ശരിക്കും ഏഷ്യൻ മേഖലയിൽ അതേപോലെ വെസ്റ്റ് ഏഷ്യ മേഖലയിലൊക്കെ നമുക്ക് ശക്തമായ രീതിയിൽ ഡിഫൻസ് മേഖലയിലും ഡിഫൻസ് സെല്ലിങ്ങിലും നമുക്ക് നിർണായക സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇസ്രായേലിന് പാശ്ചാത്യരുടെ ആ ഒരു ഡോമിനേഷനിൽ നിന്നും ഒരു ഫ്രീ ഹാൻഡ് കിട്ടുകയും ചെയ്യും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്താണ്, അമേരിക്ക പറഞ്ഞാൽ കേട്ടേ പറ്റൂ, ആ രീതിയിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. പക്ഷെ ഇസ്രായേലിന് അത് വേണ്ട. ഇസ്രായേലിന് അമേരിക്ക പറഞ്ഞാലും ഇല്ലെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള സൊവറൈൻ ഡിസിഷൻ എടുക്കാൻ പറ്റണം. ആ സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ പൊരുതുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ഒരു ഓപ്പർച്യൂണിറ്റിയും വെറുതെ കളയാറില്ല. യുദ്ധം ചെയ്യുന്നു അതൊരു സൈഡിൽ, പക്ഷെ അതിലൂടെ പരീക്ഷണങ്ങളും കൂടി അവർ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 2001 മുതൽ 2021 വരെ ഇന്ത്യ $4.1 ബില്യൺ വർത്ത് വരുന്ന ഡിഫൻസ് ട്രേഡാണ് ഇസ്രായേലുമായിട്ട് നടത്തിയത്. 2024 ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഡിഫൻസ് കമ്പനികളിൽ 54% ഇൻവെസ്റ്റ്മെന്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബലത്തിലാണ്? അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഗാസയിൽ ഒരു യുദ്ധം നടക്കുമ്പോഴത്തേക്കും യൂറോപ്യൻ രാജ്യങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന പറഞ്ഞാൽ അവർക്ക് ഇസ്രായേലിന് ആയുധം കൊടുക്കും ഒരു സൈഡിലൂടെ. ഇപ്പൊ UK നിങ്ങൾ നോക്കൂ, UK നിലപാട് എന്താണ്? 15% F-35 സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് UK-യിലാണ്. UK നിന്നും ഒരുപാട് ഡിഫൻസ് പ്രോഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്ത് സ്പെയർ പാർട്സുകൾ ആയിക്കോട്ടെ അത് ഇസ്രായേലിൽ എത്തുന്നുണ്ട്. ഒരു സൈഡിൽ UK-യുടെ ഉള്ളിൽ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റം, ഏറ്റവും വലിയൊരു ആയുധ നിർമ്മാണ കമ്പനിയാണ് എൽബിറ്റ് സിസ്റ്റം. യൂറോപ്പുമായിട്ട് ഏതാണ്ട് 2.69 ബില്യന്റെ എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തത്. എൽബിറ്റ് സിസ്റ്റം ആണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് 85% ഡ്രോൺ സപ്ലൈ ചെയ്യുന്നത്. അതിൽ നല്ലൊരു ഭാഗം എൽബിറ്റ് സിസ്റ്റം ഇന്ത്യക്കുള്ളിലാണ് ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഈ GHF ഗാസ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്ന കമ്പനി GHF എന്ന് പറഞ്ഞ ആ ഒരു ഫൗണ്ടേഷൻ ഒരു ഫോറിൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സബ് കോൺട്രാക്ടറാണ്. ഈ GHF എന്ന് പറഞ്ഞ ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്ന സംഘടന. ഇസ്രായേലിന്റെ സൈന്യവുമായിട്ട് ശക്തമായ ബന്ധം ഈ GHF എന്ന് പറഞ്ഞ സംഘടനയ്ക്കുണ്ട്. ശരിക്കും ഇസ്രായേലിന് വേണ്ടിയിട്ടും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും പണിയെടുക്കുന്ന ഒരു കമ്പനിയാണ്. അത് കൂടാതെ 2 കമ്പനികൾ കൂടി ഈ GHF എന്ന് പറഞ്ഞ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഒന്ന് സേഫ് റിസർച്ച് സൊല്യൂഷൻസ്, മനസ്സിലായല്ലോ. സേഫ് റിസർച്ച് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം ഇന്റലിജൻസ് വിവരങ്ങളാണ് അവർ സെർച്ച് ചെയ്ത് ശേഖരിക്കുന്നത്. പിന്നെയുള്ളത് UG സൊല്യൂഷൻസ്. ഈ 2 കമ്പനികളും ഈ GHF സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഗാസയ്ക്കുള്ളിൽ. ലക്ഷ്യം ഇന്റലിജൻസ് വിവരങ്ങളാണ്. ശരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്ത് തന്നെ ഈ ബന്ദികളെ എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ഇതുവരെ ആ ഒരു വിഷയം നടന്നിട്ടില്ല. പക്ഷെ അതിലുപരിയായിട്ട് ഏതൊക്കെ ഹമാസിന്റെ ആൾക്കാർ ഏതൊക്കെ ബിൽഡിങ്ങുകളിൽ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ ഇന്റലിജൻസ് ടീമുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ GHF കമ്പനി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഈ റിസർച്ച് ഫൗണ്ടേഷൻ കമ്പനികളെല്ലാം തന്നെ നിയമിച്ചിരിക്കുന്നത് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് വിളിക്കാം, BCG, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. ഈ കമ്പനിയാണ് ട്രംപിന്റെ റിവേറ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായാലും ഇപ്പൊ ഇതിന്റെ പുറകിൽ നടക്കുന്ന വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് GHF ഗാസയ്ക്കുള്ളിൽ വന്നത്, എന്തുകൊണ്ടാണ് ഇപ്പൊ ഗാസയിൽ ഇപ്പൊ റീലൊക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് 8 ലക്ഷം ആൾക്കാരെ ഇപ്പൊ മാറ്റി പാർപ്പിക്കാൻ പോകുന്നത്, അതിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത്, ഇതിനുള്ള റോഡ് മാപ്പ് വളരെ ക്ലിയർ ആണ്. ആ ഒരു റോഡ് മാപ്പ് ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ബേസിക് റൂട്ടിൽ കിടക്കുന്ന വിഷയം ഇതാണ്. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ഇപ്പോൾ ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും തന്നെ ഒരു ഡൗട്ടും ഇല്ല, വളരെ വ്യക്തമായിട്ട് റോഡ് മാപ്പ് മുന്നോട്ട് പോവാണ്. ഇപ്പൊ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഖത്തറിൽ നടത്തിയ ഒരു ആക്രമണം, ഖത്തറിൽ ഷിൻബെറ്റ് നടത്തിയ ഒരു ആക്രമണം, അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ റോഡ് മാപ്പിൽ ഒരു തടസ്സമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതും തന്നെ പെർമനന്റ് ആയിട്ടുള്ള ഒരു തടസ്സമായിട്ട് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഈ അറബ് ലീഗ് മീറ്റിംഗ് ഇപ്പോൾ നടന്നു തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഈ അറബ് ലീഗ് മീറ്റിംഗിന്റെ തീരുമാനം എന്നുള്ളത്.
അതിലും തന്നെ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാവാനില്ല. ശരിക്കും ഈ ഒരു വ്യാപാര ബന്ധം, ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ബന്ധം ഒന്ന് നിർത്തിവെക്കുക, പിന്നെ ഗ്യാസ് അതേപോലെ എന്തെങ്കിലുമൊക്കെ ഡീലിങ്സ് ഖത്തറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ട്രംപ് ഒക്കെ ഗാസയെ കുറിച്ചൊക്കെ സങ്കടപ്പെടുന്നു എങ്കിൽ അതൊക്കെ വെറും നാടകം മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഗാസയെ കൃത്യമായിട്ട് ഇവർ ഏറ്റെടുക്കുന്ന സമയത്ത് സിറിയയുടെ ഭാഗത്ത് നിന്ന് സുവൈദയില് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ആക്രമണം നടന്ന സമയത്ത് എത്രമാത്രം തീവ്രതയോട് കൂടിയാണ് ബസ്സിലും ലോറിയിലൊക്കെ വന്ന് സുവൈദയെ കീഴടക്കാൻ വേണ്ടി വന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കുറെ വന്നു, ഒരു 1700 പേരിലധികം സുവൈദയിലുള്ള ജനങ്ങളെ കൊലപ്പെടുത്തി അവർ മടങ്ങി. മനസ്സിലാക്കേണ്ട ഒരു ഹിപ്പോക്രസി വെസ്റ്റേൺ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഹിപ്പോക്രസിയാണ്. ഇതിനകത്ത് വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഹിപ്പോക്രസി എന്ന് ഞാൻ പറയാനുള്ള കാരണം വെനിസുലയെ ഇവർ മെയിനായിട്ട് പറയുന്നത് എന്താണ്? മരുന്ന് കച്ചവടം എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ ലക്ഷ്യമിടുന്നത് ഓയിലാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഇന്ന് പൊതുവെ അമേരിക്ക പറഞ്ഞു വെക്കുന്നത് അത് ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ കീഴിലുള്ള രാജ്യമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസം ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തീവ്ര നിലപാടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഡിക്റ്റേറ്റർഷിപ്പിനെതിരെ നിലപാടെടുക്കുന്ന അമേരിക്ക, പൊതുവെ അമേരിക്ക റഷ്യക്ക് എന്താണ് പ്രശ്നം? റഷ്യ കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്നു, അതാണ് പ്രശ്നം. അപ്പൊ ആ ബേസിക് പ്രശ്നങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അമേരിക്ക എന്താണ് ചെയ്യുന്നത്? സെൻകോമിന്റെ ഡയറക്ടർ വന്നിരിക്കുകയാണ്. എവിടെ? ഇന്നലെ സെൻകോമിന്റെ ഡയറക്ടർ എത്തിയത് സിറിയയിലാണ്. 9/11 ആക്രമണം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സെൻകോമിന്റെ സീനിയർ കമാൻഡർ എത്തിയിരിക്കുകയാണ് സിറിയയിൽ. അതും തന്നെ ഈ 9/11 ആക്രമണം നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന സംഘടനയുടെ ഭാഗമായിട്ട് ഇരുന്ന് അതിൽ നിന്നും പിരിഞ്ഞ് വേറൊരു സംഘടന ഉണ്ടാക്കി, അതിൽ നിന്നും വേറൊരു സംഘടന ഉണ്ടാക്കി സിറിയയെ ഭരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അഹമ്മദ് അൽ ഷാര അഥവാ അബു മുഹമ്മദ് ജൊലാനി എന്ന് പറഞ്ഞ ആ ഒരു ഭീകര നേതാവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഡിക്റ്റേറ്റർ അല്ലേ? ഇനിയിപ്പം സിറിയ ഇപ്പം അവിടെ ഇന്നലെ കുറച്ച് ചർച്ചകളൊക്കെ നടത്തി അവർ മുന്നോട്ട് പോയി. ഇപ്പം ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെമോക്രസിയിലൂടെ അല്ല അഹമ്മദ് ജൊലാനി വന്ന് ഇവിടെ കസേരയിലിരിക്കുന്നത്. എന്നാലോ അവര് യൂറോപ്പ് സാങ്ഷൻ മാറ്റാൻ തയ്യാറായി, അമേരിക്ക സാങ്ഷൻ മാറ്റാൻ തയ്യാറായി, ട്രംപ് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വരെ തയ്യാറായി തീവ്രവാദിയുമായിട്ട്. യാതൊരു പ്രശ്നമില്ല. ആ സാഹചര്യത്തിലാണ് ബാഡ് കൂപ്പർ സിറിയയിലുണ്ടായിരുന്നു. കൂടെ ബറാക്ക് എന്ന് പറഞ്ഞ ആ ഒരു മിഡിൽ ഈസ്റ്റ് എൻവോയും കൂടി ഉണ്ടായിരുന്നു. ന്യൂ മീഡിയേറ്റർ ആണ്, ലെബനാന് വേണ്ടിയിട്ടൊക്കെ വളരെയധികം വരുന്ന ആളാണ് ഈ ബാരക്. പുള്ളിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ ചർച്ച നടത്തി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അപ്പം എന്താണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇതേ രീതിയിൽ, അതായത് ഈ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു തീവ്രവാദ ഭരണകൂടത്തിന്റെ ബാക്കി പത്രമായിട്ട് ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരുന്നാൽ നടക്കുന്ന കാര്യമല്ല. കാരണം $1 ബില്യൺ മുടക്കിയിട്ടാണ് CIA അസാദിന്റെ റെജീമിനെ താഴെ ഇറക്കിയത് എന്നാണ് പറയുന്നത്. ശരിക്കും അവർ മുടക്കിയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇസ്രായേലിന്റെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ശരിക്കും അസാദിന്റെ റെജീമിനെ താഴെ ഇറക്കിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ CIA ഇങ്ങനെ പല കാര്യങ്ങൾക്കും ക്ലെയിം ഉന്നയിക്കാറുണ്ട്. അതെല്ലാം തന്നെ ശരിയാവണമെന്നൊന്നുമില്ല കേട്ടോ. പലതും അവർ ഫേക്ക് ആയിട്ട് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിൽ സിറിയക്കുള്ളിൽ സംസാരിച്ചിട്ട് ഇപ്പൊ സിറിയയിൽ ഇലക്ഷൻ വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ എങ്ങനെയാണ് വെക്കാൻ പോകുന്നത്? അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പുറത്തു വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസംബർ 2025 ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും ഇലക്ഷൻ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇലക്ഷനിൽ പ്രധാനമായിട്ട് മൊത്തത്തിൽ 210 സീറ്റുണ്ട്. അപ്പൊ അതിൽ 70 സീറ്റുകൾ നേരിട്ട് അഹമ്മദ് അൽ ഷാര അബു മുഹമ്മദ് ജുലാനി സെലക്ട് ചെയ്യും. 70 സീറ്റുകൾ. പിന്നെ എന്താണ് ഇലക്ഷൻ? 70 സീറ്റ് ഡയറക്റ്റായിട്ട് നേരിട്ട് അങ്ങ് സെലക്ട് ചെയ്യാണ് ആൾക്കാരെ. ഇന്ന ആൾക്ക് ഇന്ന പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. ബാക്കി 140 സീറ്റുകൾ സുപ്രീം കമ്മിറ്റി സെലക്ട് ചെയ്യും. അതായത് 70 മൂപ്പര് സെലക്ട് ചെയ്യും, ആര്? ജൊലാനി. ബാക്കി 140 ഇയാളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സുപ്രീം കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി 140 വരെ സെലക്ട് ചെയ്യും. അതായത് വോട്ടെടുത്ത് തിരഞ്ഞെടുക്കാനൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. ഇതിനെയാണ് സിറിയയിൽ ഡിസംബറിൽ 2025 ഇലക്ഷൻ നടക്കുമെന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് ഇലക്ഷൻ ഒന്നുമല്ല, ജസ്റ്റ് സെലക്ട് ചെയ്യാണ് മെമ്പേഴ്സിനെ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് 3 ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റില്ല. അതൊന്ന് സുവൈദ, 2 ഹസക്ക, 3 റക്ക എന്ന് പറഞ്ഞ ഈ 3 സ്റ്റേറ്റുകളിലുമുള്ള ഈ 3 പ്രൊവിൻസുകളിലുമുള്ള ആൾക്കാർക്ക് ഈ സെലക്ഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് സിറിയൻ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവർ ഒരാളെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് അയക്കും. അതായത് ഫോർ എക്സാമ്പിൾ POKയിൽ പാകിസ്ഥാൻ ചെയ്യുന്നില്ല, അതേപോലെ ആ പരിപാടിയാണ് ഇവിടെയും തുടരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവരുടെ അടുത്ത് എല്ലാത്തിനും റിസംബ്ലൻസ് ഉണ്ട്. ആരുടെ അടുത്ത്? അമേരിക്കയുടെ അടുത്ത്, സെൻകോമിന്റെ അടുത്ത്. അവരാണ് ഇതൊക്കെ ഉപദേശിക്കുന്നത് സിറിയയിൽ. കാരണം സിറിയയിൽ ഏറ്റവും കൂടുതൽ അമേരിക്ക താല്പര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട സമയത്ത് അവരെ പ്രോക്സികളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അമേരിക്ക നോക്കുന്നത്. അല്ലാതെ വേറൊന്നും അതിനകത്ത് നോക്കുന്നില്ല. എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പം ഈ സാഹചര്യത്തിലാണ് നമ്മൾ UK ഇന്നലെ ഭയങ്കര പ്രൊട്ടസ്റ്റ് ആയിരുന്നു. കീർ സ്റ്റാർമറിനെതിരെ ജനവികാരമുണ്ട്, വാസ്തവമാണ്. പക്ഷേ ഫാക്ട് എന്താണ്? ഫാക്ട് കീർ സ്റ്റാർമറെ വേണമെങ്കിൽ മാറ്റാം, പക്ഷേ ലേബർ പാർട്ടി മാറ്റാൻ കഴിയില്ല. കാരണം ലേബർ പാർട്ടി ഇത്തവണ വന്നിരിക്കുന്നത് മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ കീർ സ്റ്റാർമറിന്റെ മേളിൽ കോടതി വിധിയുണ്ട്. കോടതി തന്നെ പുള്ളിയെ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വേണമെങ്കിൽ വേറൊരു കാൻഡിഡേറ്റിനെ ലേബർ പാർട്ടിക്ക് മാറ്റിയിരുത്താം. പക്ഷെ പൊതുവിൽ പറയുന്ന പോലെ ലേബർ പാർട്ടി ഭരണത്തിൽ നിന്ന് ഇപ്പോൾ ഉടനെ ഒന്നും പോകില്ല. അതിന് കാരണം വേറെ ഒന്നുമില്ല. സീറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UK പാർലമെന്റിൽ 650 സീറ്റുണ്ട്. അതിൽ 326 സീറ്റ് മതി എന്തിന്? ഭരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ലേബർ പാർട്ടിക്കുള്ളതോ 411 സീറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ലേബർ പാർട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് വിചാരിക്കേണ്ട. ശരിക്കും കീർ സ്റ്റാർമർ പറയുന്നത് ഞാനിപ്പോൾ പ്രൊട്ടസ്റ്റ്, എൻ്റെ ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ഫ്രീ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം പുള്ളിക്കാരൻ ഫ്രീ പാലസ്തീൻ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കൂടി പറയുന്നുണ്ട്. അപ്പം എല്ലാവരെയും കൂടി ഒന്ന് സംയോജിപ്പിച്ച് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് കീർ സ്റ്റാർമർ വിചാരിക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം സാധ്യമാവുന്നുള്ളത് അറിയത്തില്ല. കാരണം കീർ സ്റ്റാർമറിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാധ്യമ പ്രവർത്തനങ്ങൾ UK പ്രവർത്തിക്കുന്നുണ്ട്. ഗാർഡിയൻ ആയിക്കോട്ടെ, പബ്ലിക് വ്യൂ ആയിക്കോട്ടെ, ടെലഗ്രാം ആയിക്കോട്ടെ, എല്ലാം തന്നെ കീർ സ്റ്റാർമറിനെതിരെയാണ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നതാണോ നമുക്കറിയത്തില്ല. പക്ഷെ നിലവിൽ ഇതാണ് ഇപ്പോൾ അവസ്ഥ UK. UK മുസ്ലിം കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് ഇംഗ്ലീഷുകാർ, ഈ രണ്ട് കൂട്ടർക്കും തമ്മിൽ ശക്തമായ രീതിയിലുള്ള കലാപങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അനാലിസിസുകൾ പറയുന്നത്. പഠനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള വിയോജിപ്പുകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും ഇടയിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വാർത്തകൾ കുറേ ഉണ്ട്. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.